ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്ക് പറയാം 1, 2 എന്നുള്ളത്. ഇതിപ്പോൾ 1, 2 അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവ് വെച്ചാൽ ഇത്ര ഉണ്ട്. ഇനി അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയാം. അറിവ് വെച്ച് എത്ര പേരുണ്ട്? എൻ്റെ ഒരു അറിവ് ഒരു 100 പേരെ ഉണ്ട്. കല്യാണമല്ല, ചീറ്റിങ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവരെ പെൺവാണിഭത്തിൽ അമ്മയുടെയും മോൻ്റെയും കേസ് വരെ ആയിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷനിൽ. മനസ്സിലായോ? അപ്പം മോൻ ഡീസൻ്റാ. അപ്പം അമ്മയും കൊണ്ടൊക്കെ സംസാരിക്കുക, ഒരു അമ്മയും കൊണ്ടൊക്കെ ഒരു മോൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആണെന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇവരെ രണ്ടുപേരെ ലക്ഷ്യം. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ. ഹായ് ഗൈസ്, ഐ ആം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ സോജൻ വാഗീസ് അച്ചായന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ കാമുകിയും സന്തത സഹചാരിയായിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ കിട്ടാതെ പോയപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം കയ്യിൽ നിന്ന് പോയതിന് വിഷമത്തിനാണോ എന്നറിയത്തില്ല, കുറച്ചധികം കാര്യങ്ങൾ വന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് തുറന്നടിച്ചു. അതിനകത്ത് കുറച്ച് ശകലങ്ങൾ ഞാൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ക്ലിയർ കട്ടായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള തന്തയില്ലായ്മയും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ തന്തയില്ലായ്മയ്ക്ക് ആ പെൺകുട്ടി എങ്ങനെയാണ് കൂട്ട് നിന്നതെന്നും ആ വീഡിയോ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്കകത്ത് ഒരു മുൻ കാമുകിയുടെ വീഡിയോ ആയിട്ടൊന്നും ഇത് കൂട്ടണ്ട. അദ്ദേഹത്തിന്റെ ഒരു കല്യാണ മാന്ത്രികം, അതായത് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, സംസ്ഥാനം വിട്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കൂടെ പൊറപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്ന് അവരുടെ കയ്യിൽ നിന്ന് ഊറ്റിയെടുക്കാൻ പറ്റുന്നതെല്ലാം ഊറ്റിയെടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അണ്ണന്റെ കയ്യിലുണ്ടെന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഈ ഇന്റർവ്യൂ എല്ലാം മൊത്തമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒരു കയ്യിൽ നിന്നും പോയ ഒരു സാധനം മറ്റൊരാൾക്ക് കിട്ടിയതിന്റെ ഒരു ദേഷ്യമൊക്കെ ഈ സംഭാഷണത്തിന്റെ എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോയുടെ നല്ലൊരു ഭാഗം ഒരുപാട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അപ്പം നിങ്ങൾക്കും അത് കാണുമ്പോഴത്തേന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം ഇത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് കണക്ട് ആയെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ഓക്കെ, അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ തന്നെ വീഡിയോക്കകത്തേക്ക് പോകാം. പെൺകുട്ടിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നറിയാം, അദ്ദേഹം എവിടേക്കാണ് കല്യാണം കഴിച്ചതെന്നറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നറിയാം, ഇതിനൊക്കെ ആരാണ് കൂട്ടു നിൽക്കുന്നതെന്നറിയാം. ആ കൂട്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മ തന്നെ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ തൊപ്പിയെ കുറിച്ച് പറയുന്നുണ്ട്. തൊപ്പിയെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പെറ്റത്തള്ള പോലും സഹിക്കത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഇവർ രണ്ടുപേരും ഒരു പായിൽ ഉറങ്ങുന്ന രണ്ട് കുണ്ടിയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും അല്ലെന്നാണ് അണ്ണൻ പറയുന്നത്, അല്ലെങ്കിൽ അച്ചായൻ പറയുന്നത്. പിന്നെ അമ്മയെക്കുറിച്ച്, അമ്മയ്ക്ക് വയ്യാഴികയെ കുറിച്ച് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അണ്ണ വികാര നിർഭരമായി ചെയ്തിട്ട് ചോദിക്കും എങ്ങനെയുണ്ട്, വികാരമൊക്കെ വന്നോ വീഡിയോക്കകത്തുനിന്ന്. അണ്ണാ സൂപ്പർ അണ്ണാ. നമുക്ക് അധികം അണ്ണനെ കുറിച്ച് പുകഴ്ത്തി അങ്ങനെ വാദോരാതെ സംസാരിക്കാതെ മറ്റുള്ളവരും കൂടെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി പുകഴ്ത്താം. ഓക്കെ, സത്യം ഞാൻ പറയുവാണ്. ഒന്നെങ്കിൽ അവനെ പൂട്ടാനുള്ള സമയം അടുത്ത്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഈ വരവും. അതാണ് ദൈവം എന്നെ, സത്യം പറഞ്ഞാൽ എന്നെ ഇറക്കിയത് തന്നെ ഇവനെ പോലുള്ള പരമച്ചെറ്റ് പറയുവാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞ അവനെ ഇതിനകത്ത് ക്ലിയർ ആണ്. ആ പെണ്ണിന് നല്ല സൂപ്പർ ദേഷ്യവാ, നല്ല അരിശവാ. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നോ അല്ലെങ്കിൽ പുളിച്ച മുന്തിരി കയ്യിൽ വേണ്ട എന്ന് തോന്നുന്നു. എന്തൊക്കെയോ ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അല്ലേ. വേണ്ടി തന്നെയാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വരണം, എനിക്ക് പറയണമെന്ന് തോന്നി ആ സമയത്ത് തന്നെ എവിടെ നിന്നല്ലാതെ ഒരുപാട് പേര് എനിക്ക് കുറേ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പം ഇവിടെ കാണിച്ചു തരാം. കാരണം ഈ ഒരാളിങ്ങനെ വാഗൊണ്ട് പറയുന്നതിലും നല്ലതും ഈ കുറേ ഫോട്ടോസും വീഡിയോസും കുറേ ലിസ്റ്റും തരുന്നതിനെക്കാട്ടും നല്ലത് ആ വ്യക്തികൾ സ്വയം ഡയറക്റ്റ് വന്ന് പറഞ്ഞതിലും പ്രൂഫൊന്നും ഇല്ലല്ലോ വേറെ. എന്തിന് ഈവൻ തൊപ്പിയെ പറ്റി ഇത്ര തലയെ കൊണ്ടുവെക്കുന്നുള്ളൂ. ഈ തൊപ്പിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ശരിയാ, നേരിട്ട് വന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു ചോദ്യം ഉന്നയിക്കാനുള്ളതേ, താങ്കളപ്പം ഈ ഒരു പറയുന്ന അച്ചായനുമായിട്ട് അത്ര ക്ലോസ് ആയതുകൊണ്ടാണല്ലോ ഇത്രേ ആൾക്കാർ താങ്കൾക്ക് ഇത് മെസ്സേജ് അയക്കാനും പറയാനും ഒക്കെ ഇടേണ്ട ഒരു സാഹചര്യം. ആ കൂടി 3 മാസമാണ് ഇവരെ കോൺടാക്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അതിനകത്ത് എന്തായാലും ഇതൊക്കെ ഒപ്പിച്ചെടുത്താൽ ഇത് എങ്ങനെയാണ് അവിടെ ഹോം നേഴ്സായിട്ടൊക്കെ പോയിട്ട് എനിക്കറിയത്തില്ല. നോക്കാം. തൊപ്പിയെ പറ്റി എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നറിയാം. ഫുഡ് കഴിക്കാൻ വിളിച്ചു അവരുടെ വീട്ടിലോട്ട്. അപ്പൊ ഈ തൊപ്പിക്ക് കിളിമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് തൊപ്പിക്ക് കിളിമീൻ ഇഷ്ടമാണോ? തൊപ്പിനൊക്കെ അയ്യോ നമ്മൾ അറിഞ്ഞില്ല, ഇക്കിളിയാന്ന് വിചാരിച്ചു. എന്തായാലും കിളിമീനാണ് ഇഷ്ടം. കിട്ടി. ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വാങ്ങിച്ച് വറുത്ത് ഒക്കെ ഭയങ്കര സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വറുത്ത് എല്ലാം വെച്ച് ഇവന്മാരെ ടീംസ് എല്ലാം കൂടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അവൻ ഫുഡ് കൈ കഴിച്ച് ഇറങ്ങിയില്ല. അതിനും പറഞ്ഞു മൊത്തം തീറ്റ. അവൻ എന്നാ തീറ്റയാ, അവൻ മറ്റേതാണ് അവനെ വരെ. അതുകൊണ്ട് എനിക്കൊരു സമാധാനം എന്താ പറയാ, കൂടെ നിന്ന് വലിയ പൊങ്ങച്ചൻ പറയുന്ന അവനെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയല്ലേ പറഞ്ഞു, സാരമില്ലെന്ന് ഞാൻ അങ്ങ് വിട്ട കേസാണ്. മനസ്സിലല്ലേ? അവനെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാല് നമ്മൾ ഇരുന്ന് അതാ എനിക്ക് 2 ക്യാരക്ടർ അവര്. ഒരിടത്ത് ഇവിടെ പറയും, വേറൊന്ന് അപ്പുറത്തിരുന്നും പറയുന്ന ക്യാരക്ടർ അമ്മ. അല്ല, ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ നമ്മളൊരു കൂട്ടുകാരനൊക്കെ ഒന്ന് വീട്ടിൽ ഒന്ന് കഴിച്ചിട്ട് പോയാലോ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർക്കിടയിൽ 4 പേര് കൂടുന്നിടത്ത് ചിലപ്പോൾ അവരെ കളിയാക്കി അവരെ അനക്കിയൊക്കെ നമ്മൾ സംസാരിക്കും. അതൊക്കെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ വരുന്ന കാര്യങ്ങളാ. അതൊക്കെ ഒരു റീസണൊക്കെ ആയിട്ട് പൊക്കിയെടുത്തോണ്ട് വന്നു. അങ്ങനെ പറഞ്ഞില്ല, നമ്മൾ കഴിച്ചിട്ട് മൊത്തം കഴിച്ചിട്ട് പോയി. അതൊക്കെ നമ്മൾ കൂട്ടുകാർക്കിടെ പറയും ഇത് നാണമില്ലടാ, ഒരു വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ചോദിക്കും, അത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരായതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടും നമുക്ക് അതിലുപരി അവനോട് അത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് ഫീൽ ആവത്തില്ല എന്നുള്ളൊരു ബോധ്യമുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ പറയുന്നത്. മോന്റെ സത്യം പറഞ്ഞ 2 പേരും ക്യാരക്ടർ അത് തന്നെയാണ്. അല്ല, എത്ര നാള് ജിനു അവിടെ ഉണ്ടായിരുന്നു? ഞാനൊരു 3 മാസം. 3 മാസം.
ഈ 3 മാസ കാലഘട്ടത്തിലൂടെയാണോ ഈ ചവിട്ടുവരം കിട്ടിയത്? അതെ അതെ അതെ. പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വന്ന് മുഖത്ത് ആസിഡ് വരെ ഒഴിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ അപ്പോഴും പറഞ്ഞു, നീ ആണാണെങ്കിൽ. ഈ 3 മാസത്തിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 3 മാസത്തിനകത്ത് ഈ പെൺകുട്ടി അവരെ വീട്ടിൽ ചെന്ന് അവിടെ അവരെ അമ്മയായിട്ട് നല്ല രീതിയിൽ ഒരു മിംഗ്ലിങ് സെറ്റ് ചെയ്തെടുത്ത്, പിന്നെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് ഇതിനിടയിൽ പുറത്തു പോകുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഈ പെണ്ണിനെയും കൊണ്ടുപോയായിരിക്കും എല്ലാ കാര്യത്തിനും എറണാകുളം സിറ്റിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ പെണ്ണ് പറയുന്നു. പിന്നെ ഈ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എപ്പോഴും വൈഫൈ എന്നും ബ്രോഡ്കാസ്റ്റ് എന്നും ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ച് ഇടുമെന്നും പറയുന്നു. ഇതെല്ലാം 3 മാസം കൊണ്ട് കൃത്യം 3 മാസം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതേ അൺഎക്സ്പെക്റ്റഡാ. ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കെല്ലാം ഇതിനിടയിൽ നടക്കുകയും ചെയ്ത്, പക്ഷെ കല്യാണം മാത്രം നടന്നില്ല. അപ്പോഴല്ലേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. ആ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ചോദ്യമാ. ഞാൻ ഒരിക്കലും ഈ പെൺകുട്ടി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെൺകുട്ടിയെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് ബ്ലെയിം ചെയ്ത് പറയുമല്ലോ. പക്ഷെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിന് നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഓക്കെ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇവിടെ വാ, ഒന്ന് ഒഴിച്ച് കാണിക്കും എന്ന് തന്നെ പറഞ്ഞു. പുള്ളി ഡയലോഗ് കുറെ അടി എവിടെ കാണുന്നോ അവിടെ ഒളിക്കുന്നവനാണ്. കുറെ വായിച്ചാളാൻ മാത്രമല്ല, അവനെ കൊണ്ട് ഒരു കഴിവില്ല. കണ്ടവന്റെ പൈസയും പറ്റിച്ച് ജീവിക്കുന്നവനാണ് അവൻ. അങ്ങനെ പറയല്ലേ. വേറൊരു കഴിവുണ്ട്, കണ്ടവന്റെ ചീത്തവിളി എരന്ന് മേടിക്കാനുള്ള കഴിവാണ് എന്നെ ഉണ്ട്. അറിയാവോ? കൊച്ചു പിള്ളേരെ കയ്യിൽ നിന്നൊക്കെ അത് അണ്ണനെക്കാട്ടിലും ഒരു 20 വയസ്സ് 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് താഴെ പ്രായമുള്ള പിള്ളേരുടെ കയ്യിൽ നല്ല സുന്ദര രീതി തള്ളയ്ക്കും തന്തയ്ക്കും വിളി എങ്ങനെ എരന്ന് മേടിക്കാന്ന് അണ്ണൻ നല്ല ഡിജിറ്റലായിട്ടും നല്ല പ്രാക്ടിക്കലായിട്ടും അണ്ണൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അണ്ണനെ അങ്ങനെ ഒന്നും കഴിവ് കെട്ടവനായിട്ടൊന്നും ചിത്രീകരിക്കുന്നുണ്ട്. നമുക്കറിയാം അണ്ണൻ്റെ കഴിവ് എന്തുവാ, കഴിവ് കെട്ടത് എവിടെയാണ്, കഴിവ് കയറിയത് എവിടെയാണെന്നൊക്കെ. പിന്നെ അല്ലാണ്ട് വേറൊന്നും പ്രത്യേകിച്ച് അവനെ പറ്റി പറയാനില്ല. പക്ഷെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ഫോട്ടോ ഏറ്റവും അടുത്ത 2 പേര് കൂടി അതാ ഞാൻ പറഞ്ഞു, അവിടെ ആ സെറ്റിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ചാരി എന്താ പറഞ്ഞ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല നോർമലി നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ട് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പറഞ്ഞില്ല, ആ ഇരിക്കുന്ന ടൈമിൽ ആ കോണ്ടാക്ട് നല്ല സമയങ്ങളിലുള്ള അത് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി ഈ വരുന്നത്. ഈ നല്ല സമയത്താണോ ആ ഉമ്മ കൊടുത്തത്? അല്ല, ഉമ്മ കൊടുത്ത മീൻസ് ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇങ്ങനെ ചരിഞ്ഞു ഫോണിൽ നോക്കുന്ന ഒരു ടൈപ്പാണ്. മനസ്സിലായി, ഫോണിൽ നോക്കുന്ന ടൈപ്പ്. അതായത് ഞാൻ ആരുടെ അന്ന് പേരൊന്നും പറയുന്നത് നിങ്ങൾ വേണ്ട ഊഹിച്ചെടുത്തോ. മുമ്പ് ഒരു 8-9 വർഷം മുമ്പാണ് വന്ന് ഒരു പെണ്ണിന്റെ, അതായത് ഒരു മലയാള സീരിയലിലെ ഒരു പ്രമുഖ നടിയുടെ ഒരു ബ്ലൂ ഫിലിം അല്ലെങ്കിൽ ഒരു തുണ്ട് വീഡിയോ ലീക്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവരൊരു 3-4 മാസം മുമ്പ് വന്നിട്ട് പറയോ, പണ്ടേ ഈ AI ഒക്കെ വന്നതാണല്ലോ, എന്റെ മുഖം വെച്ചിട്ട് AI വന്നത് നിങ്ങൾ കണ്ടല്ലേ. അതേപോലെ ഇത് ഫോൺ ഇങ്ങനെ ചരിച്ചു വെച്ചത്. അപ്പൊ ചരിച്ചു വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയതാ. ശരിയാ, ഞാൻ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ ചുണ്ട് തട്ടാതില്ല, തട്ടാൻ സാധ്യതയുണ്ട്. ചിരിക്കൊന്നുമല്ല, ഞാൻ കള്ളം പറയല്ല. ഫോൺ ഇപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ തട്ടും ശരിയാ. നേരെ ആയിരുന്നെങ്കിൽ തട്ടത് ഇങ്ങനെ നോക്കാം. ശരിയാ, കറക്റ്റാ. കൊച്ചു പറഞ്ഞ കറക്റ്റാ. അണ്ണ അങ്ങനെ പറ്റിച്ചൊന്നും അല്ലെന്നാ പറയുന്നത്. അപ്പോൾ ആ പുള്ളി അത് അങ്ങനെ ആക്കിച്ച് വെച്ചതാണ്. അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഇഷ്ടമാണെന്ന് എന്തെങ്കിലും? ഇല്ല, പുള്ളിക്ക് മാരേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല. 3 മാസം എൻ്റെ കൂടെ താമസിക്കാം, നടക്കാം, ഇരിക്കാം, പരിപാടികളെല്ലാം നടക്കാം. പരിപാടികളൊന്നും നടന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ വീട്ടിലെ കാര്യങ്ങളും അതും ഇതും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം നടന്നാൽ കല്യാണം മാത്രം കഴിക്കാൻ പറ്റത്തില്ല. ലിവിങ് ടുഗദർ ആയിരുന്നു താല്പര്യം. അതാണ് അറിഞ്ഞു കാണത്തില്ല. അണ്ണനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി കയറി കെട്ടാനായിട്ട്. അവസാനത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, മുന്തിരി വള്ളികൾ തളർത്ത് കിടക്കുന്നതാണ് കണ്ണാൻ നിൽക്കുന്നത്. എൻ്റെ അമ്മോ ഇത് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആ കിട്ടിയ അണ്ണൻ്റെ ചെറിയ വള്ളിയാണ്. ഇതിലും വലിയ വള്ളികളും വലിയ മുന്തിരി കൊലകളൊക്കെ അണ്ണൻ്റെ കിട്ടിയിട്ടൊക്കെ അണ്ണൻ അതെല്ലാം പറിച്ച് ദൂരെ കളഞ്ഞിട്ട് അടുത്ത മുന്തിരി വള്ളികൾ നോക്കിപ്പോയി അങ്ങനെ വലിയൊരു മുന്തിരി വള്ളികളുടെ ഒരു പാടം തന്നെ ഉണ്ടെന്ന് പറഞ്ഞത്. ആ പാടത്തിൽ ഏകദേശം 100-100 മുന്തിരി ഉണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇനി ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല, നിങ്ങളായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് പറഞ്ഞിട്ട് ഞാനതാ പറഞ്ഞു. അപ്പോഴാണ് ഈ വള്ളലായിക്ക് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവർ അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ നോർമലി സംസാരിച്ചപ്പോഴാണ് ഈ വള്ളലായിക്കിൻ്റെ കാര്യം ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ, ഫിനാൻഷ്യലി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതായത് ഈ സോജൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു ലേക്ക് ഷോറിനെ കണ്ടു. ആ സമയത്താണ് ഈ പെണ്ണി എന്നിട്ട് 1 ലക്ഷം രൂപ എനിക്ക് അത്യാവശ്യമാണ് വേണമെന്നൊക്കെ പറഞ്ഞു തന്നാ കൊടുത്തെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അണ്ണ അത് കണ്ണ എന്തെങ്കിലും ഇതായോ എന്നൊക്കെ കിടന്ന് എരന്നായിരുന്നല്ലോ, ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് എരന്നല്ലോ. എരന്നപ്പോൾ അതിനകത്ത് കിട്ടിയ 1 ലക്ഷം രൂപ കൊടുത്തു കാണും. കാര്യമായി, കുഴപ്പമില്ല. പുള്ളി അതിനു മുമ്പേ ഈ പുള്ളി ഈ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. ഈ വീഡിയോസ് ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് പുള്ളി ഫസ്റ്റ് അന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. പുള്ളി വീഡിയോ എടുത്തിട്ട്, അതായത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ആ വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളി എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു, ഇങ്ങനെ വീഡിയോ ഇട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ച സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ഫോൺ ഇപ്പോൾ പോയി, അല്ലെങ്കിൽ ഞാൻ അത് റെക്കോർഡ് ചെയ്യിപ്പിക്കാറ്, ഞാൻ അതെങ്ങനെയും എടുക്കാൻ നോക്കാം.
പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടോ വീഡിയോ എന്ന്. എൻ്റെ അടുത്ത് എൻ്റെ പെട്ട തള്ള സത്യം. പിന്നെ ശരി ചോദിച്ചോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ചോദിക്കും ഈ വീഡിയോ എങ്ങനെ ഉണ്ടോ, ഈ വീഡിയോ കൊള്ളാമെന്നൊക്കെ ചോദിക്കും കേട്ടോ. അത് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിനും അതിന്റെ സാഹചര്യം ബേസ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഇത് അമ്മ വയ്യാതെ അവിടെ കിടന്നപ്പോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത് എങ്ങനെയുണ്ട് വീഡിയോ, ഞാൻ എങ്ങനെയുണ്ട് കൊള്ളാമോ, എന്റെ മോൻ കണ്ടിട്ട് ഇങ്ങനെയാണോ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചേ. അണ്ണാ നല്ല പഠിച്ച കള്ളനല്ല അണ്ണാ, അണ്ണനെ കള്ളന്റെ കള്ളൻ. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചൊരു നാച്ചുറലായിട്ട് തോന്നുന്നുണ്ടോ. അന്ന് ഇവൻ ഏത് തരത്തിലെ നാറിയാണെന്നും എനിക്ക് മനസ്സിലായി. പുള്ളി ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടോ അച്ഛൻ? ഉണ്ടോ എന്ന് ചോദിക്കരുത്, അത് ലിസ്റ്റ് എടുക്കാൻ പാടാം. അത്ര ഉണ്ട് ലിസ്റ്റ് 1 2 ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്ക് പറയാം 1 2 എന്നുള്ളത്. ഇതിപ്പോ 1 2 അല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അറിവ് വെച്ചാൽ ഇത്ര ഉണ്ട്, ഇനി അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയാം. അറിവ് വെച്ച് എത്ര പേരുണ്ട്? എന്റെ ഒരു അറിവ് ഒരു 10 100 പേരെ ഉണ്ട്. കല്യാണമല്ല, ചീറ്റിങ്. 100 പെണ്ണുങ്ങളാ? പോയ പെണ്ണ 100 ഇങ്ങനെ ആരും ശ്രീകൃഷ്ണനാ? അല്ല ഈ നാട്ടിലെ ആൺപിള്ളേർക്കേ ഈ സത്യമായിരിക്കല്ലേ ദൈവമേ, ഇതൊന്നും സത്യമായിരിക്കല്ലേ. അങ്ങനെയാണെങ്കിലേ ഇനി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ല, ഞാൻ ചിലപ്പോൾ ഞാൻ ഇപ്പൊ പറയാൻ വന്ന കാര്യം ഞാൻ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ അത് വളച്ചൊടിച്ചിട്ട് ഞാൻ മറ്റേ രീതി ചിന്തിക്കുന്നതിനാണ്, മറച്ച രീതി ചിന്തിക്കുന്നതിനാണ്. നീ മറ്റേ ഞാൻ ഒന്നും പറയുന്നില്ല, ബാക്കി കാണാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കുക. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവരെ പെൺവാണിഭത്തിൽ അമ്മയുടെയും മോൻ്റെയും കേസ് വരെ ആയിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷനിൽ. അതെങ്ങനെയാ? പെൺവാണിഭം സോജ നീ പെൺവാണിഭ സംഘത്തിൽ ഒരു പ്രതിയായിരുന്നില്ലേ? നിങ്ങളുടെ അമ്മയായിരുന്നു അപ്പോൾ അണ്ടർവേൾഡ് ഡോൺ. കഥകളൊക്കെ പുറത്ത് വരുക. ഈ കഥകളൊക്കെ പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാ. പുൽപ്പള്ളി സ്റ്റേഷനിൽ കേസുണ്ടോ എന്നൊക്കെ അണ്ണതിന് തിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കുത്തിപ്പൊക്കി FIR ഇട്ടതിന്റെ കോപ്പി സാധനങ്ങളൊക്കെ പൊക്കി എടുത്തോണ്ട് വരും. അണ്ണൻ അല്ലെങ്കിൽ ഇത് സത്യമല്ലാന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണം. ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഒന്നും അല്ല. നീ ആദ്യം വേറെ കല്യാണം കഴിച്ച് അതിന്റെ പൈസയൊക്കെ മേടിച്ചെടുത്തിട്ട് ആ പെണ്ണുകൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്ത കാര്യം ഈ പറയുന്നത്. കേസ് വരെ ആയിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷനിൽ. അതെങ്ങനെയാ? അത് വയനാട്. അത് എനിക്ക് ഓരോരുത്തർ തന്ന ഇൻഫർമേഷൻ ആണ്. എല്ലാ പെണ്ണുങ്ങളെയും ഇവൻ കോണ്ടാക്ട് ചെയ്യും. അവൻ ഒരൊറ്റ ദിവസം മാത്രമേ അവരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീലിങ്സ് മൊത്തം അമ്മയാണ്. പിന്നെ രണ്ടാമത് ഡീലിങ്സ് ചെയ്യുന്നത് മെയിൻ ഡോൺ. ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ് ഈ പറയുന്നതൊക്കെ. അതായത് ഹലൂസിനേഷൻ വല്ലതും ആണോ എനിക്കറിയത്തില്ല. ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ മോൻ നല്ലവനാണ്. മോൻ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളോട് സംസാരിക്കത്തില്ല. പിന്നെ അമ്മയാണ് ഇടപെടുന്നത്. അപ്പൊ അമ്മ ഇടപെടുമ്പോൾ ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ ഇടപെട്ട് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നല്ല സെറ്റിലാണ്. അപ്പൊ വിശ്വസിക്കും, കുറച്ചുകൂടെ ആളുകൾ പെണ്ണുങ്ങളങ്ങ് വിശ്വസിച്ചു. ഇതിനകത്ത് നമുക്ക് വിശ്വസനീയമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇദ്ദേഹത്തിന്റെ കല്യാണം കണ്ടവർക്കും കല്യാണത്തിന് ശേഷം ഇദ്ദേഹം ഈ വീട്ടിലോട്ട് വന്നൊരു വീഡിയോ, എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും വെക്കാതെ. വീഡിയോക്കകത്ത് അമ്മ പറയുന്നുണ്ട് ഇത് പെർമനന്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന്. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ പെണ്ണും ചെറുക്കനോട് നിൽക്കുമ്പോൾ അവരും പറയല്ലോ ഇത് പെർമനന്റ് ആയിട്ടങ്ങ് ഇരിക്കട്ടെ എന്ന്, എപ്പോഴത്തെ പോലെ ആയിരിക്കരുതെന്ന്. അപ്പോഴേ ഒരു സ്പാർക്ക് അടിച്ചത്. അപ്പോഴേ തന്നെ അണ്ണന്റെ വെളറി ഇങ്ങനെ വന്ന് നിന്ന്. മനസ്സിലായോ? അമ്മയും അപ്പൊ മോൻ ഡീസന്റ്. അപ്പൊ അമ്മയും കൊണ്ടൊക്കെ സംസാരിക്കുക, ഒരു അമ്മയും കൊണ്ടൊക്കെ ഒരു മോൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആണെന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇവരെ രണ്ടുപേരെ ലക്ഷ്യം. അങ്ങനെ ഒരുപാട് പേരെ ചീറ്റ് ചെയ്ത കഥയുണ്ട്. ഇവിടെ മാത്രമല്ല, ചെന്നൈയിലുണ്ട്, കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്, ഇനി തെലുങ്കാനയിൽ കാണുമായിരിക്കും, മഹാരാഷ്ട്രയിൽ കാണുമായിരിക്കും, ഗോവയിലും കാണുമായിരിക്കും. പൃഥ്വിരാജ് ഒന്നും അല്ല കേരളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പരിപാടി അവതരിപ്പിച്ചത്. ആദ്യം അവതരിപ്പിച്ച ഈ പുള്ളിയാണ്, സോജൻ വർഗീസ് അച്ചായൻ. അത് കഴിഞ്ഞിട്ടാണ് പൃഥ്വിരാജിന്റെ 2ാം സ്ഥാനം കൊടുത്തത് കേട്ടോ. ആദ്യം ഈ പുള്ളിയാ. ഇനി ഇദ്ദേഹത്തിന്റെ ബ്രദറിലോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചീറ്റ് ചെയ്ത കഥകളുണ്ട്. തമിഴ്നാട്, ചെന്നൈ ഒക്കെ കൊണ്ട് വിറ്റ സ്റ്റോറീസ് വരെ എൻ്റെ അടുത്ത് ഓരോ ഗേൾസ് പറഞ്ഞു. അവരൊന്നും പേരെനിക്ക് വെളിപ്പെടുത്താൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവര് ഇപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു ഞാൻ ആ പ്രൂഫ് മൊത്തം തരും. പക്ഷെ അവന് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പണി ഉടനെ കൊടുത്തോളൂ. അത് ഞാനായിട്ട് ചെയ്യണമെന്നില്ല. എല്ലാവരും അവനെ ട്രാപ്പ് ആക്കാൻ നോക്കിയിരിക്കുക. കാരണം ഒരു കൂട്ട സംഘം എന്ന് പറഞ്ഞില്ലേ, കുറേ പേര് അവന് ഉടനെ കിട്ടും. അതെ. അപ്പം ഈ പറയുന്ന വ്യക്തിക്ക് ഇനി ഉടനെ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഇവരെല്ലാം ഇപ്പോൾ എനിക്കൊന്ന് വാട്സപ്പ് കൂട്ടായ്മ ആയിട്ടുണ്ട്. അതായത് ഈ സോജൻ ചതിച്ചിട്ടുള്ള പെൺകുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ട് സോജന്റെ അന്ത്യം എന്നായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. അങ്ങനെ അതിനകത്ത് അവർ നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ല, ഇദ്ദേഹത്തിന്റെ ബ്രദറിലോ ബിജു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിയും ഈ വീഡിയോക്കകത്ത് സംസാരിക്കുന്നുണ്ട്. അതെന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വോയിസ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അനിയത്തി എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ബിജു എന്ന് പറഞ്ഞ ആൾക്ക് സോജനൊക്കെ തലയിൽ വെച്ച് കയറ്റി കൊടുത്താണ്. സുഖമില്ലാത്ത പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു. നമുക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നു.
സോജൻ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ 1.5 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി മേടിച്ചോണ്ട് പോയി, പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. കാണാൻ എവിടെ ചെന്നാലും ഇവന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അങ്ങനെ അവസാനം ഇവന്റെ വീട്ടിലൊരു കേസ് നടന്നപ്പോൾ ഞാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു, അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു, കൊണ്ടുവന്നു, കൂടെ പൊറപ്പിച്ചു. എന്നിട്ട് ഇവൻ ഒറ്റയടിക്ക് ചെന്നൈയിലേക്ക് പോയി സ്ത്രീധനമൊക്കെ ആയിട്ട്. അമ്മ അവസാനം ആ പെണ്ണിനെ ചവിട്ടി ഇറക്കി അവിടെ നിന്ന് വിട്ടുന്നു. അങ്ങനെ 2-3 കേസും ഈ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന ബിജു പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. ഇപ്പൊ അദ്ദേഹം വിദേശത്താണ്. ഈ പ്രശ്നം രൂക്ഷമാവുകയാണ് എന്നുണ്ടെങ്കിൽ സകലമാന തെളിവുകളുമായിട്ട് അദ്ദേഹം പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്ന് ഇത് പബ്ലിക്കിലേക്ക് എടുത്തിട്ട് സോജന്റെ അടുത്ത് എണ്ണി ഓരോ ചോദ്യത്തിനും മറുപടി ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണിച്ച തെമ്മാടിത്തരമാണെന്നും തന്തയില്ലായ്മയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം, നിങ്ങൾ കാണിച്ചിരിക്കണം. പിന്നെ സോജനെ സംബന്ധിച്ച് നമ്മുടെ തമാശ രൂപേണ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി പറഞ്ഞതിനകത്തും നിങ്ങളുടെ ബ്രദർ ഇൻ ലോ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ആ കാര്യം രൂക്ഷമാകുന്ന കാര്യമാകുന്ന എപ്പോഴാണ് കേസാകുമ്പോഴാണ്. അങ്ങനെ കേസ് കൊടുക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കും. പിന്നെ അണ്ണ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് ഉരുളും. പിന്നെ ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടി ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ നിന്നെ സ്യൂട്ട് ചെയ്തതും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ നീ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക. ആണെന്നുണ്ടെങ്കിലും നിനക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പൊ വിട്ട വന്ന വഴി നിനക്ക് ഓർമ്മ കാണും. കുറച്ചുകൂടെ ലേറ്റായ വഴി മൊത്തം പുല്ല് കയറി നിറയും. പിന്നെ വഴി ഏതാവും. ബൈ എന്നാ ശരി.